ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ ഊട്ടിയിൽ ഹണിമൂണിന് വേണ്ടി വന്നേക്കാണ്. ഇത് ഒരു എന്താണ് ഈ റിസോർട്ടിൻ്റെ പേരെന്താണ്? ഗ്രീൻ നെസ്റ്റ് റിസോർട്ട്. ഭയങ്കര ഭംഗിയാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം ഈ റിസോർട്ട്. ഗൈസ്, ആക്ച്വലി നമ്മളിങ്ങനെ നടന്നു വരും. എന്നിട്ട് ഇതാണ് നമ്മുടെ താമസിക്കുന്ന റൂം. ഇവിടെ ആക്ച്വലി റൂമുകൾക്ക് ഇങ്ങനെ പേരൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ റൂമിൻ്റെ പേര് റെഡ് സെഡാർ എന്നാണ്. എന്നിട്ട് നമുക്ക് റൂമിൻ്റെ അകത്തോട്ട് പോകാം. ഭയങ്കര ഭംഗിയുള്ള റൂമാണ്. പലമ്പാണ്. കാരണം നമ്മളിപ്പോൾ കുറച്ച് ദിവസം ഇന്നലെ വന്നല്ലോ. അപ്പം ഇന്നലെ വന്നുകൊണ്ട് നല്ല അലമ്പായിട്ടിരിക്കുകയാണ് റൂം. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ബാൽക്കണി എന്നുള്ള കിഡിലം വ്യൂ. പോരാത്തതിന് ഇവിടെ റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ ലോണുണ്ട്. ഈ ലോണിൽ വോളിബോളല്ലേ, വോളിബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഇവിടുത്തെ ഊഞ്ഞാലുണ്ട്. എല്ലാം ഭയങ്കര അടിപൊളി, പീസ്ഫുൾ. ഭയങ്കര പീസ്ഫുൾ എന്ന് വെച്ചാൽ ഭയങ്കര റിലാക്സിങ്. കുറച്ച് നേരത്തേക്ക് ഫുൾ ടൈം ഇങ്ങനെ മറ്റേ കിളിനാദമാണ്. ഇപ്പോഴും കിളിനാദമാണ്. ഞാൻ മിണ്ടാണ്ടിരിക്കുക, അപ്പോൾ കിളിനാദം കേൾക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ബാൽക്കണി. വിശാലമായ ബാൽക്കണിയാണ്. വെറുതെ കിട്ടലും പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ കിട്ടലും പ്രോപ്പർട്ടി. ഇതാ കുറച്ച് വെയിൽ വന്ന് അപ്പം കണ്ടു എന്ത് രസമാണ്. ഇന്നലെ ഞങ്ങൾ വൈകിട്ട് വന്നപ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു. സൺസെറ്റൊക്കെ വെറുതെ കിടിലുമാണ്. റൂമിൻ്റെ അകം ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അലമ്പാണ്. ഇന്നലെ കഴിച്ച ഫുഡും എല്ലാം ഇരിപ്പുണ്ട്. നല്ല ഭംഗിയുള്ള റൂമാണ്, പക്ഷെ നമ്മൾ ജീവിച്ചലമ്പാക്കി. ബാത്റൂമും നല്ല സ്റ്റാൻഡേർഡ്, വെരി മച്ച് സ്റ്റാൻഡേർഡ് കിട്ടിലും ബാത്റൂമൊക്കെയാണ്. കണ്ടോ, ഇത് നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള വഴിയാണിത്. കുറച്ചൊരു ദുർഘടം പിടിച്ച പാതയാണ്, പക്ഷെ ഭയങ്കര രസമാണ് കാണാൻ. ഇവിടെ ബാക്കിൽ ഇവിടെ നിന്ന് ആ സൈഡിലോട്ടാണ് റിസോർട്ട്. പക്ഷെ ഭയങ്കര ഭംഗിയാണ് അല്ലേ ഹരികേഷ്? എന്താണ് അഭിപ്രായം? സൂപ്പർ അടിപൊളി റിസോർട്ട്. കണ്ട വ്യൂ കണ്ട വെറുതെ കിടിലുണ്ട്. പക്ഷെ ഇങ്ങോട്ടുള്ള പാത്ത് കുറച്ച് ഡിഫിക്കൽട്ട് ആണെങ്കിലും എത്തിച്ചേരുമ്പോൾ ഭയങ്കര രസമാണല്ലേ. കുറച്ച് നല്ല നല്ല ചേരുന്നത് വരെയുള്ള ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോ ഒരു ചെറിയ ടെൻഷനോ രാത്രിയൊക്കെ ആണെങ്കിൽ ഇപ്പൊ നല്ല കാറൊക്കെയാണെങ്കിൽ ഇഷ്ടപ്പെട്ടോ? എന്താണ് അഭിപ്രായം? അടിപൊളി സ്ഥലം. ഊട്ടിനേക്കാളും നൈസ് ഇവിടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ കൂടുതൽ സ്പെൻഡ് ചെയ്യണമെന്നാണ് തോന്നുന്നത്. കൊത്തഗിരി എന്ന് പറഞ്ഞാൽ അതെ. അപ്പൊ കാറൊക്കെ അടിപൊളിയുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് ഒരു പേടിയും കൂടാണ്ട് ഇങ്ങോട്ട് വരാം. പണ്ടത്തെ കാറൊക്കെ ആണെങ്കിൽ കുറച്ച് ഓഫ് റോഡിങ് ഒക്കെയാണ്, സൂക്ഷിച്ചും കണ്ടൊക്കെ വരണം. അത്രേ ഉള്ളൂ. നല്ല രീതിക്ക് ഓഫ് റോഡിങ് ഉണ്ട്, പക്ഷെ ഭയങ്കര രസമാണ്. ഈ ഒരു ഭാഗം മാത്രമാണല്ലോ ഓഫ് റോഡിങ്. ഈ ഒരു ഭാഗം മാത്രം. ഇത് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് റോഡ് നല്ല റോഡ്. കണ്ട ഓപ്പോസിറ്റ് വ്യൂ ഒക്കെ എന്ത് കിടിലാണ്. ഭയങ്കര രസമാണ്, കണ്ണുകൊണ്ട് കാണാനും ഭയങ്കര ഭംഗിയാണ്. ടീ പ്ലാന്റേഷൻ്റെ ഇടക്കാണ് ഈ റിസോർട്ട്. സ്റ്റിൽ നമ്മൾ ഇറങ്ങി പോകുന്നേ ഉള്ളൂ. പക്ഷേ കണ്ടോ വ്യൂ കണ്ടോ? ഇവിടെ കിടില. ഈ അമ്പലത്തിൻ്റെ ആർക്കിടെക്ചർ ലൈക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. സീ നല്ല രസമില്ലേ? എനിക്കിങ്ങനത്തെ റോഡൊക്കെ കാണുമ്പോൾ ആക്ച്വലി പറഞ്ഞ പേടിയാണ്. പക്ഷെ ഹരികേഷ് ഒരു സ്കിൽഡ് ഡ്രൈവർ ആയത് കാരണം നമ്മൾ രക്ഷപ്പെട്ടു. ചെവിയ കിടക്കിടക്ക് അടഞ്ഞു പോകുന്നുണ്ട് നമ്മുടെ. കണ്ടോ ഇപ്പൊ അവിടെ നിന്ന് ഓഫ് റോഡ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും നല്ല റോഡായി. ബാക്കിയെല്ലാം നല്ല റോഡാണ് ആക്ച്വലി അല്ലേ? നല്ല റോഡാണ്. എന്ത് രസമാണെന്നല്ലേ കാണാൻ. എല്ലാവരും ഊട്ടിയിൽ വരുമ്പോ നല്ല വണ്ടിയൊക്കെ ഇട്ട് വരിക. ഓഫ് റോഡിന് പറ്റിയ വണ്ടിയൊക്കെ എടുത്ത് വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലേ? അല്ലെങ്കിൽ നിന്നോലെ ഇടക്കൊക്കെ നിന്ന് പോയാല് അപ്പൊ ആദ്യം നമ്മൾ വിചാരിച്ചു, ആദ്യം നമ്മൾ ടീ
മമ്മി ഇങ്ങനെ ഊട്ടിയിൽ പോയി വന്നപ്പോൾ ഒരു അടിപൊളി ചായപ്പൊടി കിട്ടാൻ വന്ന ആ ചായപ്പൊടിക്ക് വേറെ ടേസ്റ്റാണ്, വേറെ നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ ചൈനയിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അത് വാങ്ങണം, ഇവിടെ നിന്ന് എന്തായാലും കിട്ടുമല്ലോ. അപ്പോൾ ടീ ഫാക്ടറി പോയി അത് വാങ്ങിക്കളയാം. പിന്നെ ഇവിടെ വരുമ്പോൾ എല്ലാവരും ടീ ഫാക്ടറിയിലൊക്കെ പോകാറുണ്ടല്ലോ. നമ്മൾ വിചാരിച്ചു അങ്ങനെ ടീ ഫാക്ടറിയിൽ ഫസ്റ്റ് പോവാന്ന്. നല്ല കോടയുണ്ട്. അയ്യോ കോടമഞ്ഞ്. നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ. നമ്മളിവിടുത്തെ ടീ ഫാക്ടറിയിലെത്തി. താഴെ ഒരു ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അതൊക്കെ കണ്ട് അത് വേഗം കണ്ട് എന്നിട്ട് സ്റ്റെപ്പ് കയറി അതൊക്കെ ഉണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ ടീ ഫാക്ടറിയിലേക്ക് പോവാണ്. സ്റ്റെപ്പ് കയറണ്ട. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇതുണ്ട്, ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മൊത്തം നമ്മൾ വായിക്കുന്നുണ്ട്, നമുക്ക് അവിടെ പോയി പഠിക്കാം. ആ ചായപ്പൊടി, ഇതാ ചായപ്പൊടിയല്ലേ ഇത്. എങ്ങനെയാണ് ടീ ഉണ്ടാവുന്നത്? ഞാൻ ഇന്നലെ പറഞ്ഞില്ല, മറ്റേ ഫസ്റ്റ് ഇല പറിച്ചല്ലേ ഉണ്ടല്ലോ തേയില, അത് ഇവർക്ക് പച്ചയായിട്ടിരിക്കുന്നുണ്ടാവും. അപ്പം അതിൻ്റെ ഈർപ്പം കണ്ടന്റ് അവർ അതായത് മോയ്സ്ചർ വലിച്ചെടുക്കും. എന്നിട്ട് എന്താ പറയുക, ഉണക്കിയിട്ട് മോയ്സ്ചർ വലിച്ചെടുക്കുമ്പോൾ ഉണങ്ങുമല്ലോ. എന്നിട്ട് അവർ ഗ്രൈൻഡ് ചെയ്ത് പൊടിച്ച് പാക്ക് ചെയ്യുക. പിന്നെ അതിന് കുറേ എന്തൊക്കെയോ പ്രോസസ്സ് പുള്ളി പറഞ്ഞു. നമുക്ക് ബേസിക് ആയിട്ട് ഇതാണ്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഇതാണ് മംഗലം റെയിൽവേ സ്റ്റേഷൻ, മറ്റേ ടോയ് ട്രെയിൻ, ഹെറിറ്റേജ് ട്രെയിൻ. അതിൻ്റെ ഒരു ഡിസ്പ്ലേ മാത്രം. ഏതായിരുന്നു ആ പടം? കിലുക്കത്തിലുണ്ടായിരുന്ന ട്രെയിനിൻ്റെ ഒരു ഡിസ്പ്ലേ. ട്രെയിൻ ഇവിടെ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് എടുക്കായിരുന്നു. വന്നിട്ടില്ല. അതെ, അതുകൊണ്ട് നമുക്കിത് കണ്ട് സംതൃപ്തിപ്പെടാം. ഓക്കെ, നമുക്കിനി പൈൻ ഫോറസ്റ്റ് കാണാൻ പോവാം ഗൈസ്. ലെറ്റ്സ് ഗോ. നമ്മള് പൈൻ ഫോറസ്റ്റിലേക്ക് പോവാം. റോഡൊക്കെ ഭയങ്കര ഇത് നമ്മൾ പൈൻ ഫോറസ്റ്റ് എത്തി. ഹരീഷ് അങ്ങനെ നമ്മൾ പൈൻ ഫോറസ്റ്റിലെത്തി. എന്താണ് അഭിപ്രായം പൈൻ ഫോറസ്റ്റിന്? കാറിലിരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു പ്രത്യേക സുഖം തന്നെയാണ്. നമ്മളവിടെ നിന്ന് കോൺ വാങ്ങിയിട്ട് ഇത് മസാല കോണല്ലേ? പുള്ളിക്കാരി ചോദിച്ചു മസാലയാണോ എന്ന് ചോദിച്ചപ്പോൾ അവനാ ഓക്കെ മസാല എന്ന്. അവർ ഉപ്പും നാരങ്ങയും ഉരക്കുമെന്ന് തോന്നുന്നു അല്ലേ? ഉപ്പും മുളക് പൊടിയും നാരങ്ങ. ഉപ്പും മുളക് പൊടിയും നാരങ്ങ. ഇതൊരു സംഭവം തന്നെ.
മാതനി. എങ്ങനെയുണ്ട്? നമ്മുടെ കുറച്ച് കറക്ക് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിൽ പോവാണ്. കുറച്ച് നേരത്തേക്ക് മഴ പെയ്തു. ഹരി ഇന്നലെ പറഞ്ഞേ അല്ലേ? സുട്ടു ഇന്നലെ പറഞ്ഞില്ലേ ആ ഇന്ന് മഴ പെയ്തു. മൺസൂണിന് ഇങ്ങോട്ടൊക്കെ വന്നു. അത് ആഗ്രഹം പോലെ നടന്നു. അപ്പൊ റൂമൊക്കെ അടിപൊളിയായിരിക്കും ഇപ്പൊ കാണാനായിട്ട്. ഭയങ്കര രസമാണ്. അവിടെ കുളന്തോളിയുടെ ചേച്ചിമാരുണ്ട് കേട്ടാ. ഇവരെനിക്ക് തോന്നുന്നു തേയില പറിച്ചിട്ട് ചാക്കിലാക്കി റോട്ടിലിങ്ങനെ സൈഡിൽ വെക്കും. നീ കണ്ട അവർ നിൽക്കുന്നു. കണ്ടോ? അങ്ങനെ നമ്മുടെ റിസോർട്ട് എത്തിയിരിക്കുന്നു. പാത ദുർഘടം പിടിച്ച പാത കഴിഞ്ഞ് റിസോർട്ട് എത്തി. നമ്മളങ്ങനെ നമ്മുടെ റിസോർട്ടിൻ്റെ പുറകിലുള്ള ടീ പ്ലാന്റേഷനിൽ നടക്കാൻ വന്നേക്കണേണ്. കണ്ടോ എന്ത് ഭംഗിയാ. എന്നിട്ട് റൂം കാണിച്ചു തരാം. ഇവിടെ നിന്ന് റൂമിലേക്കുള്ള വ്യൂ കാണിച്ചു തരാം. അപ്പോൾ റൂമിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങോട്ടുള്ള വ്യൂ ആണ് നമുക്ക് കിട്ടാറുള്ളത്. അത് കണ്ടോ, അതാണ് റൂം. ആക്ച്വലി ഇതാണ് ഞങ്ങളുടെ റൂം. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഈ ഭംഗിയുള്ള ഈ വ്യൂ സൂപ്പറല്ലേ. സൺസെറ്റ് വരാറായിട്ടുണ്ട്. അപ്പം അതിലും കിടിലായിരിക്കും. എന്താ മോനെ ഒന്നും പറയാത്ത? അധികം പോകണ്ട ഇത്. കുഴപ്പമില്ല, കയറിയാ പോരെ. പിന്നെ ഇറക്കുമല്ലേ? അയ്യോ, ബൈസൺ വന്ന് നമ്മളെ കുത്തും. ഇതിനിടയിൽ ഊട്ടിപ്പൂക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഊട്ടിപ്പൂ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നായിരിക്കും പറിക്കണമെന്ന് തോന്നുന്നു. വീഡിയോ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കണേണ്. ഓ അത് നല്ല രസമുണ്ട് കേട്ടാ. നല്ല ഭംഗിയുണ്ട് ബാക്ക്ഗ്രൗണ്ട്. ഓട്ടോക്ക് നമ്മൾ ഇന്നത്തെ യാത്ര കഴിഞ്ഞു. എന്നാൽ നമ്മൾ റൂമിൽ പോയി റെസ്റ്റൊക്കെ എടുത്തു. ഇന്ന് രാവിലെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകണം. വഴി ഗൂഡല്ലൂർ വഴിയാണ് പോണത് തിരിച്ച്. അപ്പോൾ പോകണമെങ്കിൽ നമ്മൾ ഒരു ബ്രെഡ് ഓംലേറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ 6:30 എണീറ്റ് ബ്രെഡ് ഓംലേറ്റും നൂഡിൽസും. അതൊരു ഫീൽ തന്നെ കേട്ടാ അല്ലേ? അടിപൊളിയാണ്.
വേറെ അവിടെ കയറി കഴിച്ചാലും ഈ ഒരു ഫീലില്ല. അത് കഴിക്കാണ്ടിരിക്കുന്നത് നല്ലത്. ഇതുപോലെ റോഡ് സൈഡിൽ നിന്ന് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി ഒരു കോഫി സെറ്റ്. നമ്മൾ പോയി ഇതിപ്പോൾ ഊട്ടി കഴിഞ്ഞ് നടുവട്ടം എത്തി തമിഴ്നാട്ടിൽ. ഇപ്പം ഇവിടെ ഈ ഭാഗം മൊത്തം കോടയാണ്, ഫുൾ കോട. നല്ല രസമുണ്ട്, ഭയങ്കര ഭംഗി. ഇതിപ്പോ രാവിലെ ഒരു 10:30 അല്ലേ? രാവിലെ 9:15. 9:15 ഫുൾ കോടയായി ഇവിടെയൊക്കെ മൊത്തം. ആഹാ, എന്താ നോക്കൂ കുരങ്ങന്മാർ. ഒരു മാറല്ല. കുരങ്ങന്മാര് ക്യൂട്ടാണെന്നല്ലേ? ഓ മൊത്തം കോട. ഫുൾ കോട. വെറുതെ സീനിക്. ഞാനില്ലത് ബൈ റോഡ് മാർഗം ഞാനില്ല. ആന്തി കണ്ടോ ചുട്കി സിന്ധു. പൈൻ ഫോറസ്റ്റ് പോലൊരു സംഭവം സൈഡിൽ. അപ്പൊ നമ്മളെവിടെ എത്തി? ആ hope you guys enjoyed my kutti vlog about honeymoon in Ooty. Stay tuned. Bye.